മനുഷ്യ ചരിത്രത്തിന് ആമുഖങ്ങൾ രചിക്കപ്പെടുന്നതിന് മുമ്പ് ജീവജാലങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, വെളിച്ചമില്ലാത്ത, വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്ത് തന്റെ ഭാര്യയെയും ഒരു ചോരക്കുഞ്ഞിനെയും തനിച്ചാക്കിക്കൊണ്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും ആലോചിച്ചെടുക്കാൻ കഴിയുമോ? ഇബ്രാഹിം നബിയുടെ പിന്നാലെ ഹാജറ ബീവി വീണ്ടും ചെല്ലുന്നുണ്ട്. യാ ഇബ്രാഹിം അയ്ന തദ്ഹബ് വനത്റുകുനാ ഫീ ഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ശൈഉൻ. മനുഷ്യരില്ലാത്ത, മരങ്ങളില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഈ മണ്ണിൽ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത്തെ തവണ ഹാജറ ബീവിയുടെ നേരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ലോകത്ത് ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്കും ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്ക്, ഏതഗാധമായ ഗൃത്തങ്ങളിലേക്ക് നമ്മൾ വീണു പോകുമ്പോഴും നമുക്ക് നിർഭയത്വം നൽകുന്ന ഒരു വാക്ക്, ഏത് സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകുമ്പോഴും കരുത്തു നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്ക്, ഏത് രോഗങ്ങളുടെ മാറാവ്യാധികളിൽ സങ്കടപ്പെടുന്ന, മരുന്ന് മണക്കുന്ന മുറിയിലും മൂത്രം മണക്കുന്ന കട്ടിലിലും ജീവിതം വിധിക്കപ്പെട്ട മനുഷ്യർക്കിടയിലും ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്ക്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന നിർഭയത്വമാണ്, തൗഹീദാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് വജനുബിനി വബനിയ നഅബ്ദുൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും മക്കളെയും നീ അകറ്റി നിർത്തണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കാണാൻ കഴിയുന്നത്. വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ആരാധനയിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്തണമെന്നുള്ളത്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയും മക്കളെ എല്ലാം വിളിച്ചുപദേശിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. തവഫനി മുസ്ലിമൻ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ ഈ പ്രാർത്ഥനകൾ നിരന്തരമായി നിർവഹിക്കാറുള്ളത്? ഖുർആൻ അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നിടത്തെല്ലാം ഈ തൗഹീദും നിർഭയത്വവും നിലനിൽക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർ നിർവഹിക്കുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്ര പ്രസക്തമാകുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്കാണ് ഈ രണ്ടാമത് പറഞ്ഞ വിഷയം ചേർത്ത് വെക്കേണ്ടത്. മനുഷ്യർക്കല്ലാഹു, നമുക്കല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കണ്ണുകൾക്ക് കഴിവ് നൽകിയതല്ല, നമുക്ക് കേൾക്കാൻ കാതുകൾക്ക് ശക്തി നൽകിയതല്ല, നമുക്ക് കരങ്ങൾക്ക് കരുത്തു നൽകിയതല്ല, നടന്നു പോകാൻ നമ്മുടെ കാലുകൾക്ക് സ്വാധീനം നൽകിയതല്ല. 50, 60, 70 വർഷങ്ങൾ ജീവിച്ച ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് പോലും തടസ്സമില്ലാതെ വായു നമുക്ക് സംവിധാനിച്ചു നൽകിയതല്ല, വെള്ളവും വെളിച്ചവും നമുക്ക് സംവിധാനിച്ചു നൽകിയതല്ല. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ആ അനുഗ്രഹം നമ്മളെ അള്ളാഹു വിശ്വാസികളായി തെരഞ്ഞെടുത്തു എന്നതാണ്, നമ്മളെ അള്ളാഹു തൗഹീദുള്ളവരായി തെരഞ്ഞെടുത്തു എന്നതാണ് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ളവർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറയാനുള്ള കാരണം, ഇത് ലഭിക്കാതെ പോയ മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പവും വ്യാപ്തിയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. ആർക്കൊക്കെയാണ് ഇത് ലഭിക്കാതെ പോയത്? കണ്ണില്ലാത്ത മനുഷ്യനെ കാണുമ്പോൾ കണ്ണുള്ളവന് ഒരു സന്തോഷമുണ്ട്, അവന്റെ മനസ്സിൽ അവന് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ചുള്ള ഒരു പുഞ്ചിരി വിടരുന്നു, റബ്ബിനെ പരിഗണിച്ചല്ലോ എന്ന ഒരു ചിന്ത അവന്റെ മനസ്സിൽ കടന്നു വരുന്നു. കാലിന് സ്വാധീനമില്ലാത്തൊരു മനുഷ്യന്റെ മുന്നിലൂടെ അവനെ നോക്കാതെ നമുക്ക് നടന്നു പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണുകൾ അറിയാതെ ആ മനുഷ്യന്റെ നേരെ നീണ്ടുപോകുന്നത്. അവിടെ ആ റബ്ബ് നൽകിയ അനുഗ്രഹത്തെ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആർക്കൊക്കെയാണ് നൽകാതെ പോയത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളെ അള്ളാഹു വിശ്വാസികളായി തെരഞ്ഞെടുത്തതാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചതിന്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഭാര്യ മുസ്ലിം അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ നിന്നൊരു മനുഷ്യൻ കേരളത്തിലേക്ക് യാത്ര ചെയ്തു. 7 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യൻ യാത്ര ചെയ്തത്. വിമാനത്തിൽ നിന്ന് ആ മനുഷ്യൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ കൂടി കഴിയാത്തതിനും അപ്പുറമായിരുന്നു. തന്റെ വീട്ടിലെ 5 മനുഷ്യരെ കൊന്ന ഒരു കുട്ടിയുടെ ഉപ്പയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ രാത്രി ഉറങ്ങിത്തീർക്കാൻ കഴിഞ്ഞത്? ചോരമണക്കുന്ന 5 മനുഷ്യരുടെ നിലവിളികളിൽ മുഖരിതമായ കേരളത്തിന്റെ തെരുവുകൾ ഉണ്ടായിരുന്നു. ആർക്കാണ് അത് ആലോചിക്കാൻ കഴിയുക? നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരുണ്ട്, അവരുടെ കൈവിരലുകൾ തൂങ്ങി നമ്മൾ
കൂടെ നടക്കാറുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പ്രായം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മക്കളുടെ പ്രായത്തിനേക്കാളും ചെറുതാകാൻ സാധ്യതയുണ്ട്. ചെറുതായിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ആ കുട്ടിക്ക് എങ്ങനെയാണ് 5 മനുഷ്യരെ കൊല്ലാൻ അവന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചത്? അവന്റെ ഹൃദയത്തിന് എങ്ങനെയാണ് ആ കാഠിന്യമുണ്ടായി തീർന്നത്? എങ്ങനെയാണ് സ്വന്തം ഉമ്മയുടെ നേരെ ആയുധമെടുക്കാൻ കഴിയുക? സ്വന്തം കൂടെ പിറപ്പായി ജനിച്ചു വീണ, സ്വന്തം കൈകളിൽ വളർന്നു വന്ന കുഞ്ഞനുജന്റെ നേരെ എങ്ങനെയാണ് ആയുധമെടുക്കാൻ കഴിയുക? തന്റെ വാപ്പയുടെ അനുജന്റെ നേരെ ആ തലയോട്ട് തകർത്തൊരു മനുഷ്യനെ കൊല്ലാൻ 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് കഴിയുക? കേരളത്തിൽ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം 55 ദിവസങ്ങളിലെ വാർത്തകൾ അന്നത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. 67 മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. 55 ദിവസങ്ങൾ കൊണ്ട് 67 മനുഷ്യരുടെ മരണ വാർത്തയാണ് കേരളത്തിൽ ഉണ്ടായത്. കൊലപാതകികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 25 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് അതിലേറ്റവും കൂടുതൽ എന്നത് നമ്മളെ അലോസരപ്പെടുത്തേണ്ട, നമ്മൾ ആശങ്കപ്പെടുത്തേണ്ട, നമുക്കൊരുപാട് ചിന്തിക്കാൻ കാരണമാകേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് ഞാൻ തീർച്ചയായും അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് എത്ര ആശങ്കകളുണ്ട്. നൂഹ് നബിക്ക് എത്ര സങ്കടമായിട്ടുണ്ടാകും തന്റെ മകനെ കുറിച്ച് ഓർത്തിട്ട്. നൂഹ് നബിയുടെ മകൻ അള്ളാഹു കൊടുക്കാത്ത വെളിച്ചമാണ് എനിക്ക് നിങ്ങൾക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിച്ചത്. നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചത്. ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് അള്ളാഹു കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചത്. ഇത് വിദേശത്തൊക്കെ പലപ്പോഴും വരുമ്പോ ചെറുപ്പക്കാരായ ആളുകൾ വരും. അവർ പറയും, മൗലവി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഇവിടേക്ക് വന്ന് തൗഹീദ് കിട്ടി. അവർക്കത് കിട്ടിയിട്ടില്ല, ആ വെളിച്ചം കിട്ടിയിട്ടില്ല. അവരൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷെ ജാറവും ദർഗയും മക്കുബറയും പുണ്യമരങ്ങളും പുണ്യപുഷ്പങ്ങളും ആൾത്താരകളും മണ്ഡപങ്ങളും എല്ലാം അവരുടെ പ്രാർത്ഥനകളായി കഴിച്ചുകൂട്ടുന്ന മനുഷ്യരാണ്. അവർക്ക് തൗഹീദ് കിട്ടാൻ, ഹിദായത്ത് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും. ആ ബാപ്പക്ക് ഹിദായത്ത് കിട്ടുക എന്നത് ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്ത വെളിച്ചമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത് എന്നത് ഈ വിഷയത്തിന്റെ ഏറ്റവും ഗൗരവമായി. അപ്പൊ അള്ളാഹുവിന് എത്ര ഇഷ്ടമാണ് നമ്മളെ, അള്ളാഹുവിന് എത്ര സ്നേഹമാണ് നമ്മളോട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മനുഷ്യനോട് വലിയ ഇഷ്ടമായിരുന്നു. മക്കയില് പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് എന്ന് ചോദിച്ചാൽ അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് മരണപ്പെട്ട വർഷമാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത്. അബൂ ത്വാലിബ് റസൂലുള്ളാഹിനെ സംരക്ഷിച്ചതുപോലെ, അബൂ ത്വാലിബ് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പ്രവാചകനെ സംരക്ഷിച്ചതുപോലെ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കകാലത്ത് ഒരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിട്ടില്ല. അബൂ ത്വാലിബ് വിശ്വാസിയാകണമെന്ന് റസൂലുള്ളാഹിനെക്കാളും വലിയ ആഗ്രഹം ആൾക്കുണ്ടായിട്ടില്ല. അബൂ ത്വാലിബ് രോഗിയായി പ്രവാചകൻ അടുത്തിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നൊരു വാക്കുണ്ട്, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയോ. പ്രവാചകൻ അത് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ മാനസികാവസ്ഥകളൊന്നും ആലോചിക്കുക. നമ്മുടെ ഒരു മാനസികാവസ്ഥയിലല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പറയുന്നത്. റസൂലുള്ളാഹി വഹി ഇറങ്ങിയ ആളാ, വഹി ഇറങ്ങിയ പ്രവാചകൻ, ആകാശയാത്ര നടത്തിയ റസൂലുള്ളാഹി ആ ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ 7 ആകാശങ്ങളും കടന്ന് തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിലെത്തി മക്കയിൽ തന്റെ വീട്ടിലേക്ക് ഒരു രാത്രി കൊണ്ട് തിരിച്ചു വന്ന അത്ഭുതം അനുഭവിച്ച പ്രവാചകനാണ്. വഹി ഇറങ്ങുന്ന സ്വർഗവും നരകവും കണ്ട റസൂലുള്ളാഹിയാണ് അബൂ ത്വാലിബിന്റെ അടുത്തിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുന്നത്. അപ്പൊ പ്രവാചകന്റെ മനസ്സുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അബൂ ത്വാലിബ് കിടക്കണ നരകം കണ്ട ആളാ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ? അബൂ ത്വാലിബിന്റെ അടുത്തിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അബൂ ത്വാലിബിന്റെ മറുപടി വിരലിങ്ങനെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഉയർത്തി, ഞാൻ നിന്റെ മാർഗത്തിലല്ല, അനമില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട അബൂ ത്വാലിബ്. റസൂലുള്ളാഹി ചൊല്ലിക്കൊടുത്തിട്ട് അബൂ ത്വാലിബിന് ചൊല്ലാൻ കഴിയാത്ത ആ വെളിച്ചമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര ഇഷ്ടമാണ് നമ്മളോട് അള്ളാഹുവിന്, അള്ളാഹുവിന് എത്ര കാരുണ്യമാണ് നമ്മളോട്. ഉറുമ്പ് കൂട്ടുന്നത് പോലെ നന്മകൾ കൂട്ടിവെച്ച് കാക്ക കൊത്തി വലിക്കുന്നത് പോലെ നശിപ്പിക്കാനുള്ള ത്വരയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉറുമ്പ് കൂട്ടുന്നത് പോലെ, ഭക്ഷണം കൂട്ടിവെക്കുന്ന അരിമണികൾ കൂട്ടിവെക്കുന്നത് പോലെ അമലു സ്വലിഹാത്തുകൾ എമ്പാടും കൂട്ടിവെക്കും, എമ്പാടും ചെയ്തു വെക്കും. പക്ഷേ കാക്ക കൊത്തി വലിച്ചത് കൊണ്ടുപോകുന്നത് പോലെ ആ അമലു സ്വലിഹാത്തുകൾ വളരെ എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ കഴിയുന്ന സാധ്യതകളെ തേടി നടക്കുന്നവരായി ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം.
ഈ വെളിച്ചം ജീവിതത്തിൽ നിലനിർത്താൻ ആവശ്യമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം, പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഞാൻ ദീർഘമായി വിശദീകരിച്ചാൽ ഒരുപാട് ദീർഘിച്ചു പോകും. പ്രവാചകന്മാരുടെ ചരിത്രം മാത്രം പറഞ്ഞാൽ തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനെന്ത് വേണം? നിരന്തരമായി നന്മകൾ ചെയ്യാൻ കഴിയണം. ഇസ്ലാഹി സെന്ററുകൾ അത് നമുക്ക് അവസരമാണ്. ഇതെല്ലാം തുടങ്ങിയ മനുഷ്യരുണ്ട്, ഇതിനൊക്കെ ഒരു വിത്തിട്ട് കൊടുത്ത് ആലോചിച്ച മനുഷ്യരുണ്ട്. അവരൊന്നും ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ആലോചിച്ച മനുഷ്യരുണ്ട്. ഈ ക്ലാസ്സിലും ഈ ഇരുത്തത്തിനും ഇവിടെ നടക്കുന്ന ഇഫ്താറുകൾക്കും അവിടെ നടക്കുന്ന ക്ലാസുകൾക്കും നമസ്കാരങ്ങൾക്കും ഖുർആൻ പഠനങ്ങൾക്കും മദ്രസകൾക്കും ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ഓഹരി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മനുഷ്യരാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അതിന്റെ ഒരു ഓഹരി ലഭിക്കുന്നുവെന്നതാണ് നന്മകളോടൊപ്പം നിൽക്കാൻ നമ്മുടെ മനസ്സുകൾക്ക് എപ്പോഴും പ്രചോദനം നൽകേണ്ടത്. നമുക്ക് എപ്പോഴും പ്രചോദനം നൽകേണ്ടത്. നിങ്ങൾ അമാനി മൗലവിയെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. മുഹമ്മദ് അമാനി മൗലവി 1950-കളിലാണ് CN അഹമ്മദ് മൗലവി ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വന്ന കാലത്താണ് KM മൗലവി ഖുർആൻ പരിഭാഷ എഴുതണമെന്ന് അമാനി മൗലവിയോട് ആവശ്യപ്പെടുന്നത്. 64-ലാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ 2 ആളുകളും കൂടി ഉണ്ടായിരുന്നു, പുളിക്കൽ മൂസ മൗലവിയും അതേപോലെ തന്നെ എടവണ്ണ അലവി മൗലവിയും. 70-കളുടെ തുടക്കത്തിൽ അമാനി മൗലവിയുടെ കൂടെ ഉണ്ടായിരുന്ന അലവി മൗലവിയും മൂസ മൗലവിയും KM മൗലവിയും ഒക്കെ മരണപ്പെട്ടുപോയി. ഒറ്റക്കാണ് പിന്നീട് 14 കൊല്ലം ഒറ്റക്ക്. 20 വർഷങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 20 കൊല്ലങ്ങൾ, 20 വർഷത്തിലെ ഒരു മനുഷ്യന്റെ വിയർപ്പാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 20 കൊല്ലത്തിന്റെ അധ്വാനമാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത്. മലയാളികളായ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ആ ഖുർആൻ പരിഭാഷ വീടുകളിൽ സൂക്ഷിക്കുന്നു, വായിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് അമാനി മൗലവി യാത്രയായി. 2025 ഈ മാർച്ച് മാസം ഞാൻ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് ഒരു വാചകത്തിന് അർത്ഥം ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓഹരി എനിക്ക് ലഭിക്കുന്നത് പോലെ, കേൾക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ആ നന്മക്ക് തുടക്കം കുറിച്ച അമാനി മൗലവിയുടെ ജീവിതത്തിലേക്കും കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നന്മകളുടെ ഓഹരി ലഭിക്കുന്ന നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ജാരിയത്തായ സ്വതക്കകളായി എപ്പോഴും നിലനിർത്തേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുണ്ടാകണം.